കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ നേതൃനിരയിലാണ് സഖാവ് VSൻ്റെ സ്ഥാനം. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് സഖാവ് കൃഷ്ണപിള്ള ചുമതലപ്പെടുത്തിയതനുസരിച്ച് കുട്ടനാട് പോയി പ്രവർത്തിക്കുകയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത ആ പ്രവർത്തനം അതുല്യമായിരുന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അതുല്യമായ പങ്കാണ് ആ സഖാവ് വഹിച്ചത്. നമസ്കാരം. കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കസേരയിലിരുന്നു കൊണ്ട് 14 വർഷക്കാലം നേരെ കൈപിടിച്ച് നയിച്ച, 5 വർഷക്കാലം മുഖ്യമന്ത്രി കസേരയിലിരുന്നു കൊണ്ട് കേരളത്തെ ഭരിച്ച VS അച്യുതാനന്ദൻ എന്ന, വേലിക്കകത്ത് അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രി വിട പറഞ്ഞു നാമാവശേഷനായിരിക്കുന്നു. ഇന്നിപ്പോൾ ആലപ്പുഴയിൽ വലിയ ചുടുകാടിൽ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിക്കുമ്പോൾ 1 നൂറ്റാണ്ടിൻ്റെ ഏടാണ് അടഞ്ഞു പോകുന്നത്. ഇവിടെ VSനെ അനുസ്മരിച്ചുകൊണ്ട് ധാരാളം സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കുകയുണ്ടായി. പലരുടെയും അനുശോചന സന്ദേശങ്ങൾ നാം അറിയിക്കുകയുണ്ടായി. നമ്മുടെ മാധ്യമത്തിലൂടെ തന്നെ പലരും അത് അറിയുകയുണ്ടായി. എന്നാൽ എക്കാലത്തും VS അച്യുതാനന്ദൻ്റെ ബദ്ധശത്രു, രാഷ്ട്രീയ ശത്രു എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായ ചില അനുസ്മരണം നടത്തുകയുണ്ടായി. അവിടെയും VSനെ മുഖ്യമന്ത്രി അനുസ്മരിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നിയമസഭയിൽ VSൻ്റെ പ്രകടനം അത്യുജ്വലമായിരുന്നു എന്നാണ്. മുഖ്യമന്ത്രി കസേരയിൽ 5 വർഷം മാത്രമാണ് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നത് എങ്കിൽ 14 വർഷക്കാലമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ കസേരയിൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി ഇരുന്നിരുന്നത്. ആ കാലയളവിലാണ് VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സേവന മഹത്വങ്ങളെല്ലാം കേരളം കണ്ടറിഞ്ഞത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദൻ അത്ര കണ്ട് ശോഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം ആ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ. എന്നാൽ മുഖ്യമന്ത്രിയായും പിണറായി വിജയൻ VS അച്യുതാനന്ദനെ അടയാളപ്പെടുത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കേരളത്തോട് അദ്ദേഹം കാണിച്ച പ്രതിബദ്ധതയും സേവനവും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ധ്വനി കൂടിയാണ് ആ വാക്കുകളിൽ അടങ്ങിയിരുന്നത്. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് VS അച്യുതാനന്ദൻ വിട പറഞ്ഞകലുമ്പോൾ 1 നൂറ്റാണ്ടിൻ്റെ ഐതിഹാസികമായ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടമാകുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എന്ന പാർട്ടിയിൽ നിന്നും ഭിന്നിച്ച് CPM എന്ന പാർട്ടിയായി മാറുമ്പോൾ അന്ന് 92 പേരാണ് ആ പാർട്ടി കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച് പുറത്തു പോകുന്നത്. അതിൽ അവസാന പേരുകാരനായിരുന്നു VS. ആ പേരുകാരൻ കൂടി ഇപ്പോൾ പോയപ്പോൾ ഇനി ആ പരമ്പരയിൽ ആരുമില്ല, ശൂന്യമായിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദനെ അനുസ്മരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. VS എന്ന 2 അക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ്. ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റേത്. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ രോഗശയ്യയിൽ കിടപ്പിലാകുന്നത് വരെ നല്ല ഊർജ്ജസ്വലതയോടെ
ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു. അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഇനി ആരും ആ കൂട്ടത്തിൽ ബാക്കി നിൽക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ നേതൃനിരയിലാണ് സഖാവ് VSൻ്റെ സ്ഥാനം. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് സഖാവ് കൃഷ്ണപിള്ള ചുമതലപ്പെടുത്തിയതനുസരിച്ച് കുട്ടനാട് പോയി പ്രവർത്തിക്കുകയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ചെയ്ത ആ പ്രവർത്തനം അതുല്യമായിരുന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അതുല്യമായ പങ്കാണ് ആ സഖാവ് വഹിച്ചത്. കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചതും എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് നേതൃനിരയിൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ ഭാഗഭാക്കായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായി ഏടുവരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴായിരുന്നു. അതും കേരളത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാക്കിയതാണ്. പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലും അതുല്യമായ സംഭാവനയും നാടിന് നേതൃത്വവുമാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് രോഗശയ്യയിലാകുന്നതുവരെ നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു.